നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പഴയ ലില്ലി കാർട്ടൂണിന്റെ സിനിമയുമായാണ്. അതിനു മുമ്പ് ഒരു അപ്ഡേറ്റ് ഉണ്ട്. നിങ്ങളൊരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് കൊച്ചു ടിവിയിൽ ലില്ലി കാർട്ടൂൺ തിരിച്ചു വരികയാണ്. പക്ഷെ കൊച്ചു ടിവിയിൽ വരുന്നത് 2015 ടൈമിൽ പുറത്തിറങ്ങിയ ലില്ലിയുടെ പുതിയൊരു കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂണും കൊച്ചു ടിവിയിൽ ഓൾറെഡി 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഈ കാർട്ടൂൺ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ കൊച്ചു ടിവിയിൽ ഒരു 11 വർഷം പുറകോട്ട് പോയാൽ പഴയ ഒരു ലില്ലി കാർട്ടൂൺ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാർട്ടൂണിനെ പറ്റി പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിട്ടുള്ളവർ ഉറപ്പായും താഴെ കമന്റ് ചെയ്യണം. നമ്മൾ ഇന്ന് ലില്ലിയുടെ മികച്ച ഒരു ഫീൽ ഗുഡ് സിനിമയാണ് നോക്കാൻ പോകുന്നത്. ആ ഒരു സിനിമയാണ് 2015 പുറത്തിറങ്ങിയ ഹൈദി. ഈ ലില്ലിയുടെ ഒറിജിനൽ ഇംഗ്ലീഷ് പേരാണ് ഹൈദി. നമുക്ക് ലില്ലി എന്ന് വിളിക്കാം. സിനിമയുടെ തുടക്കത്തിൽ ലില്ലിയുടെ ആന്റി ലില്ലിയെ കൊണ്ട് ആൽഫ് പർവ്വതനിരകളിലേക്ക് വരികയാണ്. പോകുന്ന വഴിക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിയെ കൊണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ആന്റി പറയും, ഞാനിവിടെ മുത്തച്ഛന്റെ അടുത്ത് ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇത്രയും നാൾ ഇവിടെ എന്റെ കൂടെ നിന്നു, ഇനി മുത്തച്ഛന്റെ കൂടെ നിൽക്കട്ടെ എന്ന്. ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന്. നാട്ടുകാർക്ക് ആർക്കും തന്നെ ശൈത്യകാലത്ത് പോലും പുറത്തു വരാത്ത, ആരോടും അധികം സംസാരിക്കാത്ത നാട്ടുകാർ ആൽഫ് അങ്കിൾ എന്ന് വിളിക്കുന്ന അപ്പൂപ്പനെ അധികം മതിപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ആന്റി പറയുന്നത്, എനിക്കധികം സമ്പാദ്യമില്ല, ഒരാളെ കൂടി തീറ്റിപ്പോറ്റാൻ ഇനി എനിക്ക് കഴിയില്ല, എനിക്ക് വേറെ നാട്ടിൽ ജോലി കിട്ടി, ഞാൻ അവിടേക്ക് പോവുകയാണ്. ആന്റി ഇങ്ങനെ ലില്ലിയെ കൊണ്ടുവരുന്ന ഈ ഒരു സീൻ തന്നെയാണ് കൊച്ചു ടിവിയിലും ലില്ലി കാർട്ടൂണിന്റെ ആദ്യ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. 11 വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല. ഹെയ്ദിയുടെ അച്ഛനും അമ്മയും എല്ലാം മുന്നേ മരിച്ചുപോയി. ഇതെങ്ങനെയാണെന്ന് സിനിമയിൽ പറയുന്നില്ല, നോവലിൽ പറയുന്നുണ്ട്. ഹെയ്ദിയുടെ അച്ഛൻ ആൽഫ് അപ്പൂപ്പന്റെ മകൻ ഒരു കാർപ്പൻറ്റർ ആയിരുന്നു. ജോലി സ്ഥലത്തുണ്ടായ ഒരു ആക്സിഡന്റിൽ അദ്ദേഹം മരണപ്പെട്ടു. ഇതിന്റെ ഷോക്കിൽ ഫീവർ വന്ന് ഹെയ്ദിയുടെ അമ്മയും മരണപ്പെട്ടു. മകന്റെ മരണശേഷം ആൽഫ് അപ്പൂപ്പൻ ഡിപ്രഷൻ സ്റ്റേജിലാണ്. ദൈവത്തെ പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അമ്മയുടെ സിസ്റ്ററായ ആന്റിയോടൊപ്പം ഹെയ്ദി ഇത്രയും നാൾ ജീവിച്ചു. അങ്ങനെ ഇവർ അപ്പൂപ്പന്റെ അടുത്തെത്തി. ആൽഫ് മുത്തശ്ശൻ ഹെയ്ദിയെ താമസിപ്പിക്കുവാൻ സമ്മതിക്കുന്നില്ല. ശേഷം ആന്റിയും മുത്തശ്ശനും തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷെ മുത്തശ്ശൻ ആട്ടിപ്പായിച്ചു. പക്ഷെ ആന്റി വളരെ തന്ത്രപൂർവ്വം ഹെയ്ദിക്ക് കുറച്ച് ഡ്രസ്സെല്ലാം കൊടുത്ത് അപ്പൂപ്പന്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് ആന്റി അവിടെ നിന്ന് സ്ഥലം വിട്ടു. മുത്തശ്ശൻ വീടിന്റെ അകത്ത് വാതിലടച്ചിരിക്കുകയാണ്. നമ്മുടെ ലില്ലി പുറത്തു നിന്ന് മുത്തശ്ശ മുത്തശ്ശ എന്ന് വിളിക്കുന്നുണ്ട്. മുത്തശ്ശന് ചെറുതായി അലിവ് തോന്നി ഗ്ലാസിലൂടെ നോക്കിയപ്പോൾ ലില്ലി ആട്ടിൻകൂട്ടിലേക്ക് കയറി പോവുകയാണ്. ആ ഒരു ദിവസം മുഴുവൻ ലില്ലി ആട്ടിൻകൂട്ടിൽ കിടന്നു. പിറ്റേ ദിവസം രാവിലെ മുത്തച്ഛൻ ആട്ടുംപാല് കറക്കാൻ വന്നു. കറന്നെടുത്ത പാല് ആദ്യം തന്നെ കൊടുത്തത് നമ്മുടെ ലില്ലിക്കാണ്. ശേഷം മുത്തച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നെ വികാരി അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വികാരി അച്ഛൻ അറിയാം. അവിടെ നിന്ന് കട്ട് ചെയ്താൽ വികാരി അച്ഛന്റെ അടുത്തെത്തി. വികാരി അച്ഛൻ ലില്ലിയെ നോക്കിയിട്ട് പറയും, തന്റെ പേരക്കുട്ടിയെ നോക്കേണ്ടത് ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ്. പക്ഷെ അപ്പൂപ്പൻ മൈൻഡേ ചെയ്യുന്നില്ല. വികാരി അച്ഛൻ പറയും, തനിക്ക് നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ മറ്റൊരു നാട്ടിൽ പോകുന്നുണ്ട്, അവിടെ ഏതെങ്കിലും ഒരു കർഷകന് ഇവിടെ ഉപകാരപ്പെടാം. 3 ദിവസം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് വികാരി അച്ഛൻ തിരിച്ചയച്ചു. ഞാൻ 3 ദിവസങ്ങൾ കഴിഞ്ഞ് വരാമെന്ന് മുത്തശ്ശനും പറഞ്ഞു. തിരികെ വീട്ടിലെത്തിയ നമ്മുടെ ലില്ലിക്ക് തീരെ സന്തോഷമുണ്ടായിരുന്നില്ല. ഞാൻ എവിടേക്കും പോകുന്നില്ല എന്നും മുത്തശ്ശനൊപ്പം താമസിച്ചോളാമെന്നും ലില്ലി പറയുന്നു. പക്ഷെ അതും മുത്തശ്ശൻ മൈൻഡ് ചെയ്യുന്നില്ല. ശേഷം മുത്തശ്ശൻ ലില്ലിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മുത്തശ്ശനുമായി ലില്ലിക്ക് വലിയൊരു അടുപ്പമുണ്ടായി. നമ്മുടെ മുത്തശ്ശനും പതുക്കെ പതുക്കെ ലില്ലിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ലില്ലി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവിടെ വേറൊരു ചക്കൻ വരുന്നു. അവനാണ് പീറ്റർ. അവനൊരു ആട്ടിടയനാണ്. ആടുകളെ മേയ്ക്കാൻ വരുന്നതാണ്. ഇവൻ കാർട്ടൂണിലുമുണ്ട്. ആൽഫ അപ്പൂപ്പൻ ലില്ലിയെയും ആടുകളെയും പീറ്ററിന്റെ ഒപ്പം പറഞ്ഞുവിടും. ലില്ലിക്ക് കഴിക്കാനായി ഭക്ഷണമെല്ലാം അപ്പൂപ്പൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. പീറ്ററും ലില്ലിയും പെട്ടെന്ന് ഫ്രണ്ട്സായി മാറും. തന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. താൻ ആന്റിയോടൊപ്പമായിരുന്നു താമസമെന്നും ഇപ്പോൾ മുത്തശ്ശന്റെ ഒപ്പം താമസിക്കാമെന്നതാണെന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ലില്ലി പീറ്ററോട് പറയുന്നുണ്ട്. പീറ്ററിനെ ലില്ലി കൊണ്ടുവന്ന ഫുഡിലും ഒരു കണ്ണുണ്ട്. പീറ്റർ ആടുകളെ തല്ലുമ്പോൾ ലില്ലി പീറ്ററെ തടയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഫുഡിന്റെ പകുതി ഷെയർ ചെയ്യാമെന്നും ലില്ലി പറഞ്ഞു. പീറ്റർ വളരെ ഹാപ്പിയായി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. മുത്തശ്ശനും ലില്ലിയും നല്ല സ്നേഹത്തോടെ ജീവിക്കുന്നു. അപ്പോൾ ശൈത്യകാലമായി. അപ്പോൾ പീറ്റർ പറയും, ശൈത്യകാലമായി, ഞാൻ ഇനി സ്കൂളിൽ പോകും, ആടുകളെ മേയ്ക്കാൻ വരികയില്ല. ഇത് ലില്ലിക്ക് കുറച്ച് വിഷമമുണ്ടാക്കി. അവിടെ ആകെയുള്ള ഒരു ഫ്രണ്ട് പീറ്റർ ആയിരുന്നു. ശേഷം ഹൈദിയും മുത്തശ്ശനും കൂടി ശൈത്യകാലത്തേക്ക് ഫുഡ് ശേഖരിക്കാൻ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. തന്റെ ഒരു ആടിനെ കൊടുത്തുകൊണ്ട് മുത്തശ്ശൻ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി. അങ്ങനെ ഇവർ നടന്നു വരുമ്പോൾ കോട്ടും സ്യൂട്ടും ഇട്ട അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയ ഒരു വ്യക്തി ഉണ്ടാവും. അദ്ദേഹം പറയും,
ലില്ലി ഇങ്ങനെ നടന്നാ പോരാ, സ്കൂളിൽ വിടണമെന്ന്. അപ്പൂപ്പൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. അവൾ പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂപ്പൻ അത് ഒഴിവാക്കി നടന്നു പോരുന്നു. അങ്ങനെ ശൈത്യകാലം പോയിക്കൊണ്ടിരിക്കുന്നു. ലില്ലി ഹാപ്പിയല്ല, നന്നായി ഒറ്റപ്പെടുന്നുവെന്ന് അപ്പൂപ്പൻ തിരിച്ചറിയുന്നു. അങ്ങനെ നമ്മുടെ അപ്പൂപ്പൻ ലില്ലിയെ വിളിച്ചുകൊണ്ട് ഐസിലൂടെ സ്കേറ്റിംഗ് ചെയ്യുന്നു. ഇത് ലില്ലിയെ വളരെയധികം ഹാപ്പിയാക്കി. മലയുടെ മുകളിൽ നിന്ന് സ്കേറ്റിംഗ് ചെയ്ത് നമ്മുടെ അപ്പൂപ്പൻ ലില്ലിയെ പീറ്ററിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു ദിവസം മുഴുവൻ ലില്ലി പീറ്ററിന്റെ വീട്ടിലായിരുന്നു. പീറ്ററിന്റെ അമ്മയും അമ്മൂമ്മയുമായി നല്ലൊരു അടുപ്പം നമ്മുടെ ലില്ലിക്ക് ഉണ്ടാവുകയാണ്. നമ്മുടെ അപ്പൂപ്പൻ വൈകിട്ട് തിരിച്ചു വന്ന് ലില്ലിയെയും എടുത്ത് പതുക്കെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ശൈത്യകാലം കഴിഞ്ഞ് നമ്മുടെ പീറ്റർ ജക്കൻ വീണ്ടും ആടുമേക്കാനായി വരുന്നുണ്ട്. അങ്ങനെ ലില്ലിയും പീറ്ററും വീണ്ടും ഹാപ്പിയായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോയ ആന്റി വീണ്ടും തിരിച്ചു വരുന്നു. ആന്റി ഇത്തവണ നല്ല റിച്ച് ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട്. ആന്റിക്ക് ജോലിയെല്ലാം റെഡിയായി, അത്യാവശ്യം സമ്പാദ്യമായി. ആന്റി മുത്തച്ഛനോട് പറയുന്നു, ഞാൻ ആ നാട്ടിൽ ലില്ലിക്ക് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചു. എന്റെ മുതലാളിയുടെ ഫ്രണ്ട്സിന്റെ വീടാണ്. അവിടുത്തെ വലിയ വീട്ടിൽ ലില്ലിക്ക് താമസിക്കാം. അവിടുത്തെ കുട്ടിയുമായി ലില്ലിക്ക് സ്കൂളിൽ പോകാം. മുത്തച്ഛൻ ഇതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. ആന്റി മുത്തച്ഛനുമായി വീണ്ടും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു. മുത്തച്ഛൻ ലില്ലിയെ സ്കൂളിൽ വിടുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു എന്നെല്ലാം പറഞ്ഞ് ആന്റി മുത്തച്ഛനുമായി തർക്കത്തിൽ ഏർപ്പെടും. എന്തു പറഞ്ഞിട്ടും ലില്ലിയെ കൊണ്ടുപോകാൻ മുത്തച്ഛൻ സമ്മതിക്കുന്നില്ല. ആന്റി ലില്ലിയുടെ അടുത്ത് വരും. ലില്ലി ആന്റിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആന്റി തന്ത്രപൂർവ്വം ലില്ലിയെ പറഞ്ഞു മയക്കി അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി. പീറ്റർ മാത്രം തിരിച്ചു വന്നപ്പോൾ ലില്ലി എവിടെ എന്ന് മുത്തച്ഛൻ ചോദിക്കും. ആന്റി ലില്ലിയെ കൊണ്ടുപോയ കാര്യം പറയുമ്പോൾ മുത്തച്ഛൻ വളരെ വിഷമിച്ച് തന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് മലയുടെ താഴേക്ക് ഓടി വരുന്നു. പക്ഷേ ആന്റി ഒരു കുതിരവണ്ടിയിൽ ലില്ലിയെ കൊണ്ടുപോയി കഴിഞ്ഞു. വളരെ വിഷമിച്ച് മുത്തച്ഛൻ തിരിച്ചു മലയിലേക്ക് തന്നെ നടന്നു വരും. ലില്ലി വളരെ വിഷമിച്ച് ആ ട്രെയിനിൽ മലനിരകൾ നോക്കി നിൽക്കും. അങ്ങനെ ഇവർ മറ്റൊരു നാട്ടിലെത്തി. അങ്ങനെ ആന്റി ലില്ലിയെ വലിയ ഒരു റിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അവിടുത്തെ ആയയാണ് ഈ ഒരു അമ്മച്ചി. ലില്ലിക്കൊരു മോശം ഡ്രസ്സായതുകൊണ്ട്, അതായത് പർവ്വതനിരകളിൽ യൂസ് ചെയ്യുന്ന ഒരു പരമ്പരാഗത ഡ്രസ്സായതുകൊണ്ട് അവർക്കെല്ലാം ലില്ലി ഒരു കൗതുകമായി. അവിടുത്തെ മുതലാളിയുടെ മകളാണ് ക്ലാര. ക്ലാരയ്ക്ക് നടക്കാൻ കഴിയുന്നതല്ല. ഈ ക്ലാരയ്ക്ക് ഒരു കൂട്ടിന് വേണ്ടിയാണ് നമ്മുടെ ലില്ലിയെ കൊണ്ടുവന്നത്. നമ്മുടെ ആന്റി അമ്മച്ചിയിൽ നിന്ന് പണവും വാങ്ങി ലില്ലി അവിടെ വിട്ട് സ്ഥലം കാലിയായി. യഥാർത്ഥത്തിൽ ആന്റി നമ്മുടെ ലില്ലിയെ അവിടെ വിൽക്കുകയായിരുന്നു. മുത്തശ്ശൻ അറിഞ്ഞിരുന്നെങ്കിൽ തൂമ്പോച്ച് തലക്കടിച്ചാന്. പക്ഷെ നമ്മുടെ മുത്തശ്ശൻ ഇവിടെ ഇല്ല. ലില്ലി വളരെ കഷ്ടപ്പെട്ട് അവിടെ വളരാൻ തുടങ്ങി. പക്ഷെ ഈ അമ്മച്ചിക്ക് വളരെ കർശന സ്വഭാവമാണ്. ശരിക്കും ഈ അമ്മച്ചിയുടെ പേര് റോട്ടർ മെയർ എന്നാണ്. ഒരു റോഡ് വീലർ എങ്ങനെയാണോ അത്രയും കർശന സ്വഭാവമാണ് ഈ ഒരു അമ്മച്ചിക്ക്. പതുക്കെ പതുക്കെ ലില്ലിയും ക്ലാരയും വലിയ ഫ്രണ്ട്സായി മാറും. നമ്മുടെ അമ്മച്ചി ഒരു മാഷിനെ കൊണ്ടുവന്ന് ലില്ലിയെയും പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അക്ഷരങ്ങൾ പോലും അറിയാത്ത ലില്ലി വളരെയധികം കഷ്ടപ്പെടുകയാണ്. ഇത് ക്ലാരയുടെ പഠിപ്പിനെയും ബാധിക്കും എന്നമ്മച്ചി പറയുന്നുണ്ട്. അമ്മച്ചിക്ക് ലില്ലിയെ തീരെ ഇഷ്ടമല്ല. മുതലാളി വന്നു കഴിഞ്ഞാലുടൻ, അല്ലെങ്കിൽ മുതലാളി വരുന്നതിന് മുമ്പ് ലില്ലിയെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്നാണ് നമ്മുടെ അമ്മച്ചിയുടെ പ്ലാൻ. നമ്മുടെ ലില്ലി ക്ലാരയുമായി നല്ല ഫ്രണ്ട്സാണ്. പർവ്വതങ്ങളിലെ കഥകളെല്ലാം ക്ലാരയുമായും പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു ദിവസം അവിടുത്തെ ജോലിക്കാരനോട് ലില്ലി ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്നാൽ പർവ്വതങ്ങൾ കാണാൻ കഴിയുമോ എന്ന്. ജോലിക്കാരൻ പറയും, ജനലിലൂടെ ഇവിടെ നിന്ന് കാണാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അതിന്റെ ഏറ്റവും ടോപ്പിൽ കയറി നിന്നാൽ കാണാൻ കഴിയുമെന്ന്. ഇത് കേട്ട് മനസ്സിലാക്കിയ ലില്ലി ഒരു ദിവസം ക്ലാരയും കൊണ്ട് ലൈറ്റ് ഹൗസിൽ പോയി. പക്ഷേ വലിയൊരു നിരാശയായിരുന്നു. കാരണം പർവ്വതങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. ഈ സമയം ഇവരെ കാണാത്തത് കൊണ്ട് വീട്ടുകാരെല്ലാം അന്വേഷിച്ചിറങ്ങി. ശേഷം ജോലിക്കാരൻ കണ്ടുപിടിച്ച് തിരികെ വീട്ടിലെത്തിക്കുന്നു. ഈ സമയം ക്ലാര വരുന്ന വഴി കുറച്ച് പൂച്ച കുഞ്ഞുങ്ങളെ എടുത്തിരുന്നു. ഇവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചിക്ക് ഈ പൂച്ച അലർജി ഉണ്ടാക്കുന്നുണ്ട്. അമ്മച്ചിക്ക് പണ്ടേ പൂച്ച അലർജി ഉള്ളതാണ്. ലില്ലിക്ക് ചെറിയ ശിക്ഷയും കൊടുക്കുന്നുണ്ട്. ലില്ലിക്ക് അത് വിഷമമായി തിരികെ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ ക്ലാരയ്ക്ക് അത് വലിയ വിഷമമാവും. ഇതുകൊണ്ട് ലില്ലി പോകുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ 2 പേര് വന്നു. അതിലൊന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുറത്തു പോരുന്ന മുതലാളി ക്ലാരയുടെ അച്ഛനാണ്. രണ്ടാമത്തേത് ക്ലാരയുടെ മുത്തശ്ശി. ക്ലാരയുടെ അച്ഛനും അമ്മൂമ്മയ്ക്കും ലില്ലിയെ വളരെയധികം ഇഷ്ടമായി. തന്റെ മോൾക്ക് ഒരു കൂട്ടുകാരിയെ കിട്ടിയതിൽ അവർ വളരെ ഹാപ്പിയാണ്.
പക്ഷെ നമ്മുടെ അമ്മച്ചി ലില്ലിയെ പറ്റിയുള്ള കുറ്റങ്ങൾ ഇവരോട് പറയുകയാണ്. മുത്തശ്ശി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ലില്ലിക്ക് കഥകൾ വായിച്ചു കൊടുക്കുന്നു. ലില്ലിക്ക് കഥകൾ വളരെ ഇഷ്ടമാണ്. അങ്ങനെ പതുക്കെ ലില്ലിയുടെ മനസ്സറിയാൻ മുത്തശ്ശി നോക്കുകയാണ്. ലില്ലിക്ക് പർവ്വതനിരകളിലേക്ക് തിരികെ പോകാൻ ആഗ്രഹമുണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. മുത്തശ്ശി വായിച്ച കഥ മുത്തശ്ശി പകുതി വെച്ച് അവസാനിപ്പിച്ചു. ബാക്കി കഥ മനസ്സിലാക്കണമെങ്കിൽ നീ തന്നെ വായിച്ചു പഠിക്കണമെന്ന് മുത്തശ്ശി ലില്ലിയോട് പറയുന്നു. ശേഷം ലില്ലി സ്വന്തമായി വായിച്ചു തുടങ്ങും. ആ ഒരു കഥ ലില്ലി തന്നെ പൂർണ്ണമായി വായിക്കുന്നു. ഇത് വീട്ടുകാർക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ലില്ലി നല്ല പ്രശംസ നേടി. ഇത് നമ്മുടെ അമ്മച്ചിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അമ്മച്ചിക്ക് ഒന്നും പറയാൻ കഴിയില്ല. അമ്മച്ചി വെറും ഒരു കാര്യസ്ഥയാണ്. നമ്മുടെ ലില്ലിക്ക് ഇപ്പോൾ ഇവരെക്കാൾ വലിയ സ്ഥാനമുണ്ട്. അങ്ങനെ ലില്ലിയും ക്ലാരയും ഒരുമിച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം എന്തോ ഒരു ശബ്ദം കേട്ട് ജോലിക്കാരെല്ലാം പേടിച്ചു. അവിടെ എന്തോ പ്രേതബാധയുണ്ടെന്ന് ജോലിക്കാരോ പറഞ്ഞു. പക്ഷേ ക്ലാരയുടെ അച്ഛൻ ഇതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒന്നും തന്നെ ഇല്ല, ഇത് കണ്ടുപിടിച്ചിട്ടേ താൻ പോകുന്നുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. ജോലിക്കാരെല്ലാം പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു ദിവസം ക്ലാരയുടെ അച്ഛൻ രാത്രിയിൽ കുടുംബ ഡോക്ടറുമായി സംസാരിച്ചിരിക്കുകയാണ്. നോക്കിയപ്പോൾ നമ്മുടെ ലില്ലി വാതിൽ തുറന്ന് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകും. ക്ലാരയുടെ അച്ഛനും ഡോക്ടറും ഓടി അടുത്ത് ചെല്ലും. നോക്കിയപ്പോൾ ലില്ലി ഉറക്കത്തിൽ നടക്കുകയാണ്. ഡോക്ടർ പറയും, ഉറക്കത്തിൽ നടക്കുന്ന ആളെ എണീപ്പിക്കരുത്. ശേഷം ലില്ലി പതുക്കെ തിരിച്ച് ബെഡിൽ വന്ന് കിടക്കും. അപ്പോഴാണ് ഡോക്ടർ ചെക്ക് ചെയ്യുന്നത്. ഡോക്ടർ ക്ലാരയുടെ അച്ഛനോട് പറയും, ലില്ലി ഒരു വിഷമത്തിലാണ്. ഇത് മാറാൻ ഒരു വഴിയേ ഉള്ളൂ, പർവ്വതനിരകളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. പക്ഷേ ക്ലാരയുടെ അച്ഛന് വളരെ വിഷമമാവും. തനിക്ക് ബിസിനസ് യാത്രകളുണ്ട്. ക്ലാരയ്ക്ക് കൂട്ടിന് ലില്ലി മാത്രമേ ഉള്ളൂ. ലില്ലി കൂടി പോയാൽ വളരെ വിഷമമാവും. ക്ലാരയ്ക്ക് ആരും കൂട്ടിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇതിനു മുമ്പ് വഴക്കിട്ടതാണ്. ഇതെല്ലാം ക്ലാരയുടെ അച്ഛൻ ഓർക്കും. അങ്ങനെ ക്ലാരയുടെ അച്ഛൻ ഒരു തീരുമാനത്തിലെത്തി, ലില്ലിയെ തിരിച്ചു കൊണ്ടാക്കുക. ഇത് ക്ലാരയോട് പറയുമ്പോൾ ക്ലാര വളരെയധികം ദേഷ്യപ്പെടും. ക്ലാരയ്ക്ക് വളരെ വിഷമമായി. താൻ വീൽ ചെയറിലാണ്. ലില്ലി കൂടി പോയാൽ തനിക്ക് ആരുമില്ല. ഇതെല്ലാം ക്ലാര പറഞ്ഞുവെങ്കിലും ക്ലാരയുടെ അച്ഛൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല. ലില്ലിയെ തിരികെ കൊണ്ടാക്കണമെന്ന് ക്ലാരയുടെ അച്ഛൻ തീരുമാനിക്കുകയാണ്. ലില്ലിക്കും ചെറുതായി വിഷമമുണ്ടെങ്കിലും ലില്ലിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തിരികെ പോവുക എന്നുള്ളത്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ലില്ലി അവിടെ നിന്ന് തിരികെ വന്നു. അങ്ങനെ തിരിച്ചെത്തി ലില്ലിയെ കണ്ട ഉടനെ മുത്തച്ഛൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അങ്ങനെ ലില്ലി ഹാപ്പിയായി പഴയ ലില്ലിയായി മുത്തച്ഛൻ്റെ ഒപ്പം ജീവിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ലില്ലി ക്ലാരയ്ക്ക് കത്തുകൾ എഴുതാറുണ്ട്. നമ്മുടെ അപ്പൂപ്പൻ ലില്ലിയെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞു. ക്ലാസ്സിലുണ്ടായ വിശേഷം ലില്ലി ക്ലാരയ്ക്ക് എഴുതും. ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ പീറ്റർ ചക്കൻ പറഞ്ഞു ആട്ടിടയനാവണമെന്ന്. ഇതിന് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ലില്ലി പറഞ്ഞു ഒരു കഥാകാരിയാവണമെന്ന്. പക്ഷെ അതിനും എല്ലാവരും ചിരിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം ലില്ലി ക്ലാരയ്ക്ക് എഴുതി. ക്ലാരയെ കാണാനാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് ലില്ലി എഴുതി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ലില്ലി തുടർച്ചയായി കത്തുകൾ എഴുതും. ഒരു ദിവസം കത്തുകളെല്ലാം ക്ലാരയുടെ മുത്തശ്ശി വായിക്കും. ലില്ലി പോയപ്പോൾ താനൊരു ഗുഡ് ബൈ പോലും പറഞ്ഞില്ലല്ലോ എന്ന് ആ ഒരു വിഷമത്തിലായിരിക്കും ക്ലാര. പിറ്റേ ദിവസം തന്നെ മുത്തശ്ശി ക്ലാരയും കൊണ്ട് മലനിരകളിലേക്ക് പോകും. അങ്ങനെ ലില്ലിയും ക്ലാരയും കണ്ടുമുട്ടും. ക്ലാരയെയും അവിടെ താമസിപ്പിക്കുമോ എന്ന് മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ ഓക്കെ പറയും. ശേഷം മുത്തശ്ശി തിരികെ പോകും. ക്ലാരയും ലില്ലിയും വളരെ സന്തോഷത്തിൽ അവിടെ എല്ലാം കളിച്ചു നടക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പീറ്റർ ചക്കൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവന് ചെറിയ അസൂയുണ്ട്. ഒരു ദിവസം പീറ്റർ വരുമ്പോൾ ക്ലാരയുടെ വീൽ ചെയർ പുറത്തിരിക്കുന്നു. ഇവൻ വീൽ ചെയർ തള്ളി മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിവിടും. വീൽ ചെയർ കാണാതായപ്പോൾ ക്ലാര വളരെയധികം വിഷമിക്കുന്നുണ്ട്. ഇനി എവിടേക്കും പോകാൻ കഴിയില്ല. ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കളിക്കേണ്ടി വരും. നമ്മുടെ മുത്തശ്ശനി ഇത് ചെയ്തത് പീറ്റർ ആണെന്ന് മനസ്സിലാക്കുന്നു. അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് മുത്തശ്ശൻ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാരയ്ക്ക് ആടുകൾ മേയ്ക്കുന്ന സ്ഥലത്ത് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ വീൽ ചെയർ ഇല്ലല്ലോ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് മുത്തശ്ശൻ തന്നെ പുറത്ത് കയറ്റി ക്ലാരയെ കൊണ്ടുപോകുന്നത്. മുത്തശ്ശൻ ക്ലാരയെ അവിടെ ഇരുത്തി അവിടെ ഒളിച്ചിരിക്കുന്ന പീറ്ററിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നു, നീയാണിത് ചെയ്തതെന്ന് എനിക്കറിയാം. ഈ ഒളിച്ചു നിൽക്കുന്നത് തന്നെയാണ് നിനക്കുള്ള ശിക്ഷ. ശേഷം മുത്തശ്ശൻ പറയുന്നു, നീ ഇവരെ നന്നായി നോക്കണം. ഞാൻ വൈകിട്ട് വന്ന് ഇവരെ കൊണ്ടുപോയിക്കൊള്ളാം. അങ്ങനെ അവർ വളരെ സന്തോഷത്തിൽ കളിച്ച് ചിരിച്ച് നടക്കുന്നു. അങ്ങനെ ക്ലാര ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ക്ലാരയുടെ കാലിൽ ഒരു പൂമ്പാറ്റ വന്നിരിക്കും. അത് പതുക്കെ പറന്നു പോകും. ക്ലാര അതിനെ പിടിക്കാനായി പതുക്കെ പതുക്കെ എണീക്കുന്നു. ക്ലാര അങ്ങനെ എഴുന്നേറ്റ് ആ പാറക്കല്ലിൽ പിടിച്ചു നിൽക്കുന്നു. ഇത് കണ്ട ലില്ലി അത്ഭുതപ്പെട്ടുപോയി. ക്ലാര എഴുന്നേറ്റ് നിൽക്കുകയാണ്. ലില്ലി പീറ്ററെ വിളിച്ച് ഓടി വരുന്നു. ശേഷം രണ്ടുപേരും കൂടി തോളിൽ കൈയിട്ട് ക്ലാരയെ പതുക്കെ പതുക്കെ നടക്കാനായി സഹായിക്കുന്നു. ക്ലാര പതുക്കെ പതുക്കെ നടന്നു തുടങ്ങുന്നു. ലില്ലി ആ ഒരു ദിവസം മുഴുവൻ ക്ലാരയെ നടക്കാനായി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു.
പെട്ടെന്ന് ക്ലാരയുടെ അച്ഛൻ ഈ സ്ഥലത്തെത്തി. ആള് വളരെ ദേഷ്യത്തിലാണ്. തന്റെ മകളെ പർവ്വതനിരകളിലേക്ക് എന്തിനാണ് കൊണ്ടുവന്നത് മുത്തശ്ശി എന്ന് ആള് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശന്റെ അടുത്ത് ക്ലാരയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ക്ലാര എവിടെയാണെന്ന്. പെട്ടെന്ന് അച്ഛ എന്നൊരു വിളി കേൾക്കുന്നു. നോക്കിയപ്പോൾ കാണുന്നത് 2 കാലിൽ നടന്നു വരുന്ന ക്ലാരയെ. ഇവർക്കെല്ലാം വളരെ അത്ഭുതമാവും. ക്ലാരയുടെ അച്ഛന് വളരെ സന്തോഷമായി. അദ്ദേഹം കരയുന്നുണ്ട്. പിന്നീട് ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഒരു ഇമോഷണൽ സീൻ. മുത്തശ്ശി ലില്ലിക്കൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അതൊരു ഡയറി ആയിരുന്നു. ലില്ലി ചോദിക്കും, മുത്തശ്ശി ഇതിൽ ഒന്നും തന്നെ ഇല്ലല്ലോ. മുത്തശ്ശി പറയും, ഇത് എഴുതി പൂർത്തിയാക്കേണ്ടത് നീയാണ്. താൻ ഒരു എഴുത്തുകാരിയാവണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാരും ചിരിച്ചു എന്ന കത്ത് മുത്തശ്ശി വായിച്ചിരുന്നു. മുത്തശ്ശി പറയും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് നീ നോക്കണ്ട. നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് നീ ചെയ്യണമെന്ന് മുത്തശ്ശി പറയും. അങ്ങനെ കുറച്ചു സമയം കൂടി കഴിഞ്ഞ് അവരെല്ലാം മടങ്ങി പോവുകയാണ്. ക്ലാര ലില്ലിക്ക് ഒരു ടാറ്റ കൊടുക്കുന്നുണ്ട്. ലില്ലി വളരെ സന്തോഷത്തിൽ മലമുകളിൽ ഓടിക്കളിച്ച് മുത്തശ്ശന്റെ ഒപ്പം ജീവിക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ സിനിമ ഉണ്ടാവുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലില്ലി സിനിമ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ മികച്ചൊരു ഫീൽ ഗുഡ് സിനിമയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി കാണാം.